വളരെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് പുട്ടിൻ്റെ റെസിപ്പിയാണിത്. ഓട്സ് മാത്രമല്ല, ഇതിൽ ക്യാരറ്റ് ചേർത്തിട്ടുണ്ട്, അതുപോലെ ഗോതമ്പൊടി അല്പം ചേർത്തിട്ടുണ്ട്. ക്യാരറ്റ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ചെയ്തു കൊടുത്തോളൂ. ഇതിൽ ക്യാരറ്റ് ചേർത്തതായിട്ട് ഒട്ടും അറിയില്ല. രാവിലെ ഉണ്ടാക്കി പുട്ട് വൈകുന്നേരം വരെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. സ്കിപ്പ് ചെയ്യാതെ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ ചെയ്ത് നോക്കിക്കോളൂ. കൈ തൊടാതെ നമുക്ക് മാവ് നനച്ചെടുക്കാൻ പറ്റും. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഇതവിടെ ചൂട് കെട്ടിയുള്ളൊരു കടായി വെച്ചിട്ടുണ്ട്. 1 കപ്പ് ഓട്സ് ആണ് ചേർക്കുന്നത്. ഓട്സ് ഒന്ന് വറുത്തെടുക്കണം. ഓട്സ് നല്ലവണ്ണം ചൂടാക്കി എടുക്കണം. അപ്പോൾ പുട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ മാവ് ഒട്ടലൊന്നും ഉണ്ടാവില്ല. ഓട്സ് നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഇനി ഇതൊന്ന് കയ്യിലൊന്ന് വാരിയെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കയ്യിലത് വെക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ചൂടായിരിക്കും. അപ്പോൾ ആ ഒരു പരുവത്തിൽ വേണം വറുത്തെടുക്കാൻ. ഇനി ഇതൊരു പരന്ന പാത്രത്തിലോട്ട് മാറ്റാം. ഇനി വീണ്ടും അതേ കടായി തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടി, ഇതും ഇനി ഒന്ന് വറുത്തെടുക്കാം. തീ നല്ലവണ്ണം കുറച്ചിട്ടിട്ട് വേണം ഗോതമ്പ് പൊടി വറുത്തെടുക്കാനായിട്ട്. അതും കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഗോതമ്പ് പൊടി നല്ലവണ്ണം ഒന്ന് വറന്ന് വരുമ്പോഴത്തേന് അതിൻ്റെ കളറൊന്ന് മാറും. അതുപോലെ ഗോതമ്പ് പൊടി നല്ല പാകമാകുമ്പോൾ നല്ലൊരു മണമാണ്. ഇതുമായിട്ടുണ്ട്. ഇതും അതേ പാത്രത്തിലോട്ട് തന്നെ മാറ്റാം. ഇത് രണ്ടും ഒന്ന് ചൂട് ഒന്ന് ആറട്ടെ. ഇനി മിക്സിയുടെ വലിയ ജാർ എടുക്കണം. വറുത്തതെല്ലാം ചേർക്കാം. ഇത് 2 ചിരട്ട പുട്ടിൻ്റെ അളവിലാണ് ഈ ഒരു പൊടി കാണിച്ചിരിക്കുന്നത്. ഇനി പുട്ടുപൊടിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. ഇനി ഇതൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. ഓട്സൊക്കെ വറുത്തത് കാരണം പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും. ഇനി ഇതിൽ ക്യാരറ്റ് ചേർക്കാം. ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ചേർക്കാം. ക്യാരറ്റ് ഒന്നിച്ച് ഇതിൽ ചേർക്കരുത്, കുറേശ്ശെയായിട്ട് ചേർക്കുക. ഒരു 2-3 ബാച്ചായിട്ട് ചേർക്കുക. ഇതുപോലെ കുറച്ച് ചേർത്തിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഈ പൊടിയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ 2 ബാച്ചായിട്ട് ഇട്ടിട്ടുണ്ട്. ഒരു 1/4 കപ്പ് ക്യാരറ്റ് ആണെങ്കിൽ ഒരു 3 ബാച്ചായിട്ട് ചേർക്കുക. ഇങ്ങനെ ചേർത്തിട്ട് മിക്സിലടിക്കുകയാണെന്നുണ്ടെങ്കിൽ പൊടിയെ ഒട്ടും കട്ട കിട്ടൂല. അതായത് കുഴഞ്ഞു വരില്ല, അല്ലെങ്കിൽ ഒരു സൈഡിലോട്ടെല്ലാം കൂടെ കുഴഞ്ഞു വരും. ഇനി നല്ലവണ്ണം ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. ഇത് കണ്ടില്ലേ, ഇതിൽ ക്യാരറ്റ് ചേർത്തിട്ടുള്ളത് പോലെ അറിയത്തില്ല, അത്രയ്ക്ക് അത് പൊടിഞ്ഞു പോയ പോലെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഓട്സും ഗോതമ്പ് പൊടിയും ക്യാരറ്റും എല്ലാം കൂടെ ഒന്നിച്ചിട്ടടിക്കുവാണെങ്കിൽ ഓട്സും ശരിക്കും പൊടിഞ്ഞു വരത്തില്ല, എല്ലാം കട്ട കെട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഒന്നൊന്നായിട്ട് ഇതുപോലെ അടിച്ചെടുക്കണം. ഇനി ഇതുപോലെ 1/4 കപ്പ് തേങ്ങ, ഒരു 2 സ്പൂണ്. ഇത് നിർബന്ധമില്ല, പിന്നെ തേങ്ങ ചേർക്കുവാണെങ്കിൽ പുട്ടിനകത്തൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുമല്ലോ. അപ്പം ചേർക്കാൻ പറ്റുമെങ്കിൽ ചേർക്കുക. തേങ്ങ ചേർത്തൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയാവുമേ. ഇപ്പം മാവിന് കുറച്ചുകൂടെ ഒക്കെ നനവായിട്ടുണ്ട്, ക്യാരറ്റിൻ്റെയും തേങ്ങയുടെയും എല്ലാം കൂടെ ചേരുമ്പോൾ. പക്ഷേ അതൊരു പുട്ട് പരുവത്തിലായിട്ടില്ല, കുറച്ചുകൂടെ നനവ് വേണ്ടി വരും. കണ്ടില്ലേ, പൊടി പോലെ തന്നെയാണ് ഇരിക്കുന്നത്, അല്പം നനവേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തുകൊണ്ട് നനച്ചെടുക്കണം. ഒന്നുകിൽ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നനച്ചെടുക്കാം. കൈ തൊടാതെ നനയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറേശ്ശെ വെള്ളം, ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ നനയണം. വീണ്ടും 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്, പൾസ് ചെയ്തെടുത്തുകൊണ്ട് വരാം. ഇതിപ്പോൾ കറക്റ്റ് നനവായിട്ടുണ്ട്. കട്ടയൊക്കെ പോലെയൊക്കെ വരുന്നത് ആ സ്പൂൺ വെച്ചൊന്ന് ടച്ച് ചെയ്യുമ്പോഴേ അത് ഉടഞ്ഞു പോകുന്നുണ്ട്. നല്ല നനവ് കറക്റ്റായിട്ടുണ്ട്. ചിലപ്പോൾ വെള്ളത്തിൽ വ്യത്യാസം ഉണ്ടാകാം, ഒരു 1/2 സ്പൂണൊക്കെ വ്യത്യാസം വരത്തുള്ളൂ. അത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ് നല്ല ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ വെള്ളമയം കൂടുതലായിരിക്കും. അതുപോലെ 1/4 കപ്പൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ വെള്ളമയം കാണുമല്ലോ. പിന്നെ തേങ്ങ ഉടച്ച ഉടനെ എടുത്ത് ചേർക്കുമ്പോഴും വെള്ളമയം കാണും. അപ്പം
ഒരു അര സ്പൂണിൻ്റെ ഒക്കെ വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ ഞാൻ ഈ പറഞ്ഞതിൽ നിന്നും. ഇതിപ്പോൾ ഞാൻ ചിരട്ടപ്പുട്ടായിട്ടാണ് ഉണ്ടാക്കുന്നത്. പുട്ടുകുറ്റി വേണമെങ്കിൽ അങ്ങനെ നിറയ്ക്കാം. തേങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കുക. ഇതിപ്പോൾ 2 ചിരട്ടപ്പുട്ടിനുള്ള അളവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മിക്സിയിൽ അടിക്കുന്ന സമയത്ത് ഒരല്പം പഞ്ചസാരയോടെ ചേർത്ത് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കറിയില്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ആദ്യമായിട്ട് ഈ റെസിപ്പി ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരളവിൽ ഉണ്ടാക്കിയെടുക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചേറെയായിട്ട് ഓട്സ് വറുത്ത് വയ്ക്കുക, ഗോതമ്പൊടിയും വറുത്ത് വയ്ക്കുക. പിന്നെ പെട്ടെന്ന് 1 ഗ്ലാസ് ഓട്സിന് 1/4 ഗ്ലാസ് പൊടി എന്നുള്ള കണക്കിൽ എടുക്കുക. കുക്കറിലെ വെള്ളം നല്ലവണ്ണം തിളച്ചിട്ട് വേണം പുട്ടുമിക്കർ വയ്ക്കാനായിട്ട്. അതുപോലെ സ്റ്റീം നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വരണം. അതിനുശേഷം വേണം എടുക്കാനായിട്ട്. നല്ല സോഫ്റ്റായിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കിയിടാനും മറക്കല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.